ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. തലയും മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി പൊട്ടിപ്പോകുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. എന്ത് തലയിൽ തേക്കുന്നതിന് മുന്നേ തലയിലും മുടിയിലും എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കും. ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ ഓയിലാണ്. ഞാൻ ഹെയർ ഓയിൽ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. കുറച്ച് എടുത്തിട്ട് തലയിലും മുടിയിലും തൊട്ട് പുരട്ടും. ആവശ്യമാണെങ്കിൽ വീണ്ടും വീണ്ടും എടുത്തിട്ട് നമ്മുടെ തലയിലും മുടിയിലൊക്കെ വീണ്ടും പുരട്ടി കൊടുക്കും. അപ്പം നമുക്ക് ഓയിൽ അധികം വേസ്റ്റ് ആവൂല, നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എണ്ണ തേക്കൽ കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ പാക്ക് ഉണ്ടാക്കിയിട്ട് തലയിൽ തേക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ പാക്ക് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ തേച്ച എണ്ണ തലയിലും മുടിയിലൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ ഓയിലാണ്. ഞാൻ കാണിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ കെയർ രീതിയാണ് കേട്ടോ. എണ്ണ തേക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യും കേട്ടോ. മുടിയിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തൊട്ട് പുരട്ടി കൊടുത്തിട്ട് മുടിയിലെ കെട്ടൊക്കെ നന്നായി കളയും. അതായത് ജടല്ലേ, അത് നന്നായി കളയും. നല്ല പല്ലകൽച്ചുള്ള ചെറുപ്പ് കൊണ്ടാണ് ഞാൻ കളഞ്ഞെടുക്കാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കണ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് സബോള, പിന്നെ 2 റോബസ്റ്റ്. അപ്പോൾ രണ്ടും നന്നായിട്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി രണ്ടിൻ്റെയും കളയുക. അതായത് സബോളയുടെ തൊലിയും നമ്മുടെ റോബസ്റ്റിൻ്റെ തൊലിയും കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ സബോള ആദ്യം അരിഞ്ഞിടുക. എന്നിട്ട് നമ്മുടെ റോബസ്റ്റിൻ്റെ പഴം അതിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഇട്ടാൽ മതി കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അരയാത്ത മിക്സിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കത്തി കൊണ്ട് കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. യാതൊരു കുഴപ്പമില്ല. ഇത് ഒരാൾക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ മുടിയുടെ തിക്നെസ്സും നീട്ടൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, പഴത്തിൻ്റെ എണ്ണം കൂട്ടാം. സബോള ഒരെണ്ണം തന്നെ മതി, പഴത്തിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ. മിക്സിയുടെ ജാറിൽ നമ്മുടെ 2 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഷിഫോൺ ഷോൾ വെച്ചിട്ട് ഇതേപോലെ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് അതിൻ്റെ ആ സത്ത് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് മാത്രം മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരേ. ഈ ഒരു ഹെയർ പാക്ക് തലയിൽ താരം പോവാനും അതേപോലെ തന്നെ ഡെഡ് സെല്ലുകൾ ക്ലീൻ ചെയ്യാനും തലമുടിക്കും അതേപോലെ തലയ്ക്കും, അതായത് തലയുടെ ഒട്ടുള്ള സ്കിന്നിനൊക്കെ നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ നൽകാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൂടാതെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതും സ്പിറ്റ് ആകുന്നതും ഈ ഒരു ഹെയർ പാക്ക് തടയും. മുടി സമൃദ്ധമായിട്ട് വളരും. അതായത് നമ്മുടെ ഇപ്പോൾ തലയുടെ ഒട്ടിലെ സുഷിരങ്ങളൊക്കെ ചിലപ്പോൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് പുതിയ മുടി കീർക്കാനും നല്ല നൗറിഷ്മെൻറ്റ് നൽകാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വിള്ളൽ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് തരാനൊക്കെ നല്ല ഒരു ഹെയർ പാക്കാണ്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളിത് ചെയ്താൽ മതി. ഷാമ്പു ഇടുന്ന ദിവസം നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം, യാതൊരു കുഴപ്പമില്ല. നോർമൽ പച്ചവെള്ളത്തിലും വാഷ് ചെയ്ത് കളയാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. പുറത്ത് പോകുന്നവർ എന്തായാലും ഷാമ്പു യൂസ് ചെയ്തോളൂ. കാരണം ചെറുതായിട്ട് സബോളയുടെ സ്മെല്ല് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മുടികളൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണത്. അപ്പോൾ ഒരു ദിവസം യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.